കെ എമ്മിൻ്റെ പേരിൽ ഒരു സ്മാരകം, അതും ജനകീയാസൂത്രണം അതിൻ്റെ രജത ജൂബിലി പിന്നിട്ടതിൻ്റെ സ്മരണാർത്ഥം നിർമ്മിക്കുന്നതിൽ ഒരു പ്രത്യേക ഔചിത്യ ഭംഗിയുണ്ട്. കാരണം കെ എം ഏത് രീതിയിലൊക്കെ ഇതുപോലുള്ള കാര്യങ്ങളിൽ ബന്ധപ്പെട്ടിരുന്നു എന്നത് നിങ്ങളോട് പ്രത്യേകിച്ച് പറയേണ്ടതായിട്ടില്ല. നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും ശ്രദ്ധേയനായ ഒരു പൊതുപ്രവർത്തകനായിരുന്നു കെ എം കുഞ്ഞിക്കണ്ണൻ. നമ്മളെല്ലാവരും കെ എം എന്ന രണ്ടക്ഷരത്തിൽ വിളിക്കുകയും പൊതുവെ അങ്ങനെ അറിയപ്പെടുകയും ചെയ്യുന്ന അദ്ദേഹം മികച്ച ഭരണാധികാരിയാണ് എന്ന് ഭരണം കൈയാളാൻ കിട്ടിയ അവസരങ്ങളിലെല്ലാം അദ്ദേഹം തെളിയിച്ചിട്ടുണ്ട്. പഞ്ചായത്ത് ഭരണം അദ്ദേഹം നിർവഹിച്ചിട്ടുണ്ട്. സഹകരണ രംഗത്ത് അദ്ദേഹം ചുമതലകൾ നിർവഹിച്ചിട്ടുണ്ട്. ആ രംഗത്തൊക്കെ അനിതരസാധാരണമായ മികവ് അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നു. പഞ്ചായത്തിൻ്റെ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതുകൊണ്ട് അതിലേക്ക് ഞാനധികം കടക്കുന്നില്ല. നമ്മുടെ കേരളത്തിൽ വല്ലാതെ തകർന്നുപോയ ഒന്നായിരുന്നു സഹകരണ മേഖലയിലെ ജില്ലാ സഹകരണ സ്റ്റോറുകൾ. ഇപ്പോൾ കൺസ്യൂമർ ഫെഡറേഷൻ സംസ്ഥാന അടിസ്ഥാനത്തിലുണ്ട്. ജില്ലാടിസ്ഥാനത്തിൽ ജില്ലാ സംഘങ്ങളും പ്രവർത്തിച്ചിരുന്നു. പലയിടത്തും അത് വലിയ പ്രതിസന്ധി നേരിട്ടതാണ്. ഇവിടെയും കാസർഗോഡ് ജില്ലയിലും നല്ല പ്രതിസന്ധിയിലായിരുന്നു എന്നത് അക്കാലത്തെ കാര്യങ്ങൾ ഓർക്കുന്നവർക്കൊക്കെ അറിയാം. പക്ഷെ ഒരു പ്രത്യേക ഘട്ടത്തിൽ അതിൻ്റെ ചുമതലക്കാരനായി കെ എം വന്നു. ശ്രദ്ധിക്കപ്പെട്ട കാര്യം, അതിവേഗതയിൽ ആ സ്ഥാപനത്തെ ശരിയായ രീതിയിൽ വളർത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ജില്ലാ ഉപഭോക്തൃ സംഘങ്ങൾ മറ്റ് പലയിടത്തും പ്രയാസങ്ങൾ നേരിടുമ്പോൾ കാസർഗോഡ് അത് നല്ല നിലക്ക് പ്രവർത്തിപ്പിച്ചെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. വ്യക്തിപരമായ അദ്ദേഹത്തിൻ്റെ സംഭാവന അതിൽ വളരെ വലുതായിരുന്നു. അതോടൊപ്പം പ്രായത്തിൻ്റെ അവശതകളൊക്കെ ഉള്ള ഘട്ടത്തിലാണ് കൺസ്യൂമർ ഫെഡറേഷൻ്റെ ചുമതല കെ എം ഏറ്റെടുത്തത്. അതൊന്നും വകവെക്കാതെ തന്നെ അദ്ദേഹം ആ രംഗത്തും പ്രവർത്തിച്ചിരുന്നു. കൺസ്യൂമർ ഫെഡറേഷൻ്റെ യോഗത്തിനും മറ്റും പോകുന്നതിന് പ്രായം ഒരു തടസ്സമായി അദ്ദേഹം കണ്ടിരുന്നില്ല. വളരെ ചെറുപ്പനാളിൽ തന്നെ പൊതുപ്രവർത്തനത്തിൽ, കർഷക പ്രവർത്തനത്തിൽ
അതിൻ്റെ ഭാഗമായുള്ള നമ്മുടെ രാജ്യം ശ്രദ്ധിച്ച ഉജ്ജ്വലമായ സമരരീതികളിൽ തൻ്റെ പങ്ക് വഹിച്ചയാളാണ് KM. അദ്ദേഹത്തിന് ശരിയായ പ്രായം തികയുന്നതിന് മുൻപാണ് കയ്യൂർ സമരം നടക്കുന്നത്. പക്ഷേ അതിലും അദ്ദേഹത്തിന് പങ്കുണ്ടായിരുന്നു. കരിവള്ളൂർ സമരത്തിൻ്റെ കാര്യത്തിൽ വലിയ തോതിൽ അദ്ദേഹം പങ്കാളിയായിരുന്നു. കർഷക പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ജീവിതകാലം മുഴുവൻ പ്രവർത്തിച്ചത്. ഉറച്ച വർഗബോധം, അതിലൂടെ ഉയർന്നു വന്ന കമ്മ്യൂണിസ്റ്റ് സംഘടനാ രീതികൾ എല്ലാം അദ്ദേഹം അവസാന നാളുകൾ വരെ പിന്തുടർന്നിരുന്നു. അപ്പം അങ്ങനെയുള്ള KMൻ്റെ പേരിൽ ഈ ജനകീയാസൂത്രണത്തിൻ്റെ രജത ജൂബിലിയുടെ സ്മരണാർത്ഥം ഉള്ള സ്മാരക മന്ദിരം പണിതത് ഏറ്റവും ഔചിത്യപൂർണമായ നടപടിയാണ് എന്ന് അതുകൊണ്ടാണ് പറഞ്ഞത്.